So I think Elarum are expecting certain things to hear from you. But let's divide it into three phases. Sorry, echo undo. Echo undo. Okay. Three phases ആയിട്ട് divide ചെയ്യാം. Hello? Yeah, much better. Well, first, എനിക്കും ഡൗട്ടുള്ള കാര്യമായിരുന്നു ഞങ്ങൾ വൈ ഡിഡ് യു എക്സിറ്റ് ഫ്രം ദി ഈസ്റ്റേൺ എന്നുള്ളൊരു ചോദ്യമാണ് ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഫേസ് ഐ തിങ്ക് ഈസ് ഹൗ ഡിഡ് യു എക്സിറ്റ്, വാട്ട് വാസ് ദ പ്രോസസ്, because I think many people will be interested in hearing that. And probably third is ഇപ്പം ആഫ്റ്റർ എക്സിറ്റ് ഞാൻ കേട്ടത് കുറേ വെഞ്ചർ ക്യാപിറ്റൽ ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. എവിടെ പോയാലും നവാസ് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് എന്നോട് എല്ലാവരും പറയുന്നത്. എത്ര സത്യമാണെന്ന് അറിയില്ല. സോ അതിനെപ്പറ്റി ഒരു ബ്രീഫ്. സോ വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത്, ബിക്കോസ് ഐ തിങ്ക് 99-ലാണ് നമ്മൾ കൺസൾട്ടിങ് തുടങ്ങിയത്. നവാസിൻ്റെ ഫാദറിൽ നിന്നാണ് ഞാൻ കുറേ ബിസിനസ് പഠിച്ചത്. കടം കൊടുക്കരുത്, ലോൺ വേണ്ട എന്നൊക്കെ. ഇറ്റ് വാസ് വെരി വാല്യുബിൾ അഡ്വൈസ്. ആൻഡ് പിന്നെ ഐ തിങ്ക് വി വർക്ക് ഫോർ 5 years അല്ലേ, 5-6 years. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സിറ്റിലോട്ട് പോകാനുള്ള കാരണം എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ. എനിവേ, താങ്ക് യു സോ മച്ച്. ഇത് 97 പറഞ്ഞത്, 99 നമ്മളുടെ ഇൻട്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ടാണ് നമുക്ക് ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻ്റർവെൻഷൻ വന്നത്. ദാറ്റ് വാസ് ഇൻ 2004. 2004 ന്യൂ വെർണോൺ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിലേക്ക് ഉള്ള ജേർണിയാണ് ടെനി നമ്മളെ ഹെൽപ്പ് ചെയ്തത്. സോ വി വെർ ഏബിൾ ടു ബ്രിങ് ഇൻ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ് ഇൻ ദ ബിസിനസ്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ബേസിക്കലി ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർക്ക് നമ്മളുടെ അടുത്ത് വരാനുണ്ടായ ഒരു കാരണം. ആൻഡ് ദെൻ ഇൻ 2010 നമ്മൾ മെക്കോർമിക്ക് വരുന്ന സമയത്ത് വി വാണ്ടഡ് എ സ്ട്രാറ്റജിക് ഗൈഡ് ടു കം ഇൻ, ബിക്കോസ് ഈ ബിസിനസ്സിന് കുറേ സയൻസും അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഒരു പാൻ ഗ്ലോബൽ ലെവലിൽ ഗ്രോ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടിയിരുന്നു. സോ വി വെൻ വിത്ത് എ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ, മെക്കോർമിക്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സ്പൈസ് കമ്പനി ഇൻ ദ വേൾഡ്. അപ്പോൾ അത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഡൗട്ടുള്ള സാധനമാണ്. ബിക്കോസ് ബേസിക്കലി ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫേം വന്നു, ആൻഡ് നോർമലി വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് ഹാവ് ടു എക്സിറ്റ് ടു ഹയർ ലെവൽ, ആൻഡ് ദെൻ മക്കോർമിക് വന്നപ്പോൾ ഐ തിങ്ക് ദേ ബോട്ട് ഓവർ ദാറ്റ് ഷെയർ. സോ ഐ തിങ്ക് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ, നോർമലി ഒരു വെഞ്ചർ ക്യാപിറ്റൽ പീപ്പിൾ നീഡ് ടു എക്സിറ്റ് ഇൻ എ പെർട്ടിക്കുലർ പീരീഡ്. അത് നടക്കാത്തതുകൊണ്ടാണോ ഒരു റീസൺ മേ ബി മക്കോർമിക് വന്നു എന്നുള്ളൊരു ഡൗട്ട് എനിക്ക്. സോ പ്രൈവറ്റ് ഇക്വിറ്റിക്ക് എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈതർ ബൈ വേ ഓഫ് ഒരു IPO പോവുക, അതല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ വരിക, അതല്ലെങ്കിൽ നമ്മൾ തന്നെ അവരെ തിരിച്ചു വാങ്ങിക്കുക. അതാണ് അതിൻ്റെ ഒരു പോസിബിൾ ഇത്. അപ്പം നമ്മളുടെ ഈ കേസിൽ ഞങ്ങൾക്കന്ന് മെക്കോർമിക്ക് വന്നതുകൊണ്ട് വി വർ ഏബിൾ ടു ഗിവ് എക്സിറ്റ് ഫോർ ദ പ്രൈവറ്റ് ഇക്വിറ്റി. അതിനുശേഷം 2020-ലാണ് നമ്മൾ ഓർക്കിളയുടെ ട്രാൻസാക്ഷൻ നടത്തുന്നത്. സോ ഇഫ് യു ആസ്ക് മീ വൈ ഡിഡ് ഐ ഡൂ ദാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിൽ ബിസിനസ് പ്രോഫിറ്റും വാല്യൂ ക്രിയേഷനും ഉണ്ട്. അപ്പോൾ വാല്യൂ ക്രിയേഷൻ സാധാരണ ബിസിനസ് നന്നായി നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമാണ് വാല്യൂ ക്രിയേഷൻ. പക്ഷെ ഇതാരും മോണിറ്റൈസ് ചെയ്യാറില്ല പലപ്പോഴും. അപ്പം നമ്മളിത് മോണിറ്റൈസ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തി വിത്തൗട്ട് എക്സിറ്റിംഗ് ഫുള്ളി. അപ്പോൾ വി ഇൻഫാക്ട് ഹാഡ് എ കമ്മിറ്റ്മെൻറ്റ് ഓഫ് running it for 3 years, and then ഭാഗ്യവശാൽ MTR-ഉം ഈസ്റ്റേണും 2 ബ്രാൻഡുകൾ മേർജ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് വി സ്റ്റിൽ ആർ പാർട്ട് ഓഫ് ദ എൻറ്റിറ്റി. ആൻഡ് ഒബ്വിയസ്ലി ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ പൈസ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതെ, അപ്പോൾ ആസ് എനി ട്രാൻസാക്ഷൻ ദാറ്റ് ഓൾസോ ഹാപ്പൻഡ്. So what is your advice to people who are thinking of doing this kind of transaction in future? Particular size എത്തണോ, അല്ലെങ്കിൽ particular type of industry കൂടുള്ള ഒരു ഇഷ്യൂ ആണോ? What would you, given the path that you went through, നിങ്ങൾ പഠിച്ച ഇതിൽ നിന്ന് how would you advise people who are thinking of doing this? So many of this, people are flushed with money. So this money has to get
പണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസ് സേവിങ്സും അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റും ആയിരുന്നു. ഇപ്പോൾ പീപ്പിൾ ആർ വെൽ അവെയർ ഓഫ് ഈ SIPയും കാര്യങ്ങളൊക്കെ അറിയാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട്സ് ദർ ഫ്ലഷ്ഡ് വിത്ത് മണി. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലുമൊക്കെ പൈസ ഇടണം, ഗ്രോ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പൈസ ഇടണം. അപ്പോൾ 2004 നമ്മുടെ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു മുളക് പൊടിക്കുന്ന കമ്പനിയിൽ പൈസ ഇടുവോ എന്ന് ദാറ്റ് വാസ് ദ തിങ്കിങ് ആൻഡ് ദാറ്റ് വാസ് ദ അങ്ങനെയായിരുന്നു ആൾക്കാരുടെ പെർസെപ്ഷൻ. പക്ഷെ അത് മാറി ഇപ്പോൾ നമ്മൾ സർവീസസിൽ പൈസ ഇടുന്നത് കാണുന്നു, അങ്ങനെ പല സ്ഥലങ്ങളിലും പൈസ ഇടുന്നത് കാണുന്നു. സോ my take on what need to be done is, one, you have to have a very well structured organization. Well structured, systematically run organization ആണെന്നുണ്ടെങ്കിൽ, and if it is making decent double digit profits, people will definitely be interested in putting money. Plus ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു, നാളെ കേരളത്തിൽ നിന്ന് പുറത്ത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണോ എന്നും കൂടി ആൾക്കാർ നോക്കും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ പീപ്പിൾ വിൽ കീപ് പുട്ടിങ് മണി ഇൻ ടു ഇറ്റ്, ആൻഡ് ദെൻ ഈ ഗ്രോത്തിനെ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനും പറ്റും. നേരത്തെ ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ ചെയ്തൊരു കമ്പനിയാണല്ലോ ഇൻ ടേംസ് ഓഫ് ഗൾഫിലോട്ടൊക്കെ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടായിരുന്നോ? ഐ നോ ഇറ്റ് വാസ് എ JV, ബട്ട് യു ഹാഡ് ഇനീഷ്യലി നേരത്തെ മുതൽ ഗൾഫിൽ എക്സ്പോഷർ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണോ ഇപ്പോൾ ആൾക്കാർ നോക്കുന്നത് അപ്പാർട്ട് ഫ്രം ഇന്ത്യ എക്സ്പാൻഷൻ? ഈ ഗൾഫ് എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ ഓഫ് കേരള മാർക്കറ്റ്. കാരണം നമ്മുടെ ഇവിടുന്ന് നിറയെ ആൾക്കാർ ഗൾഫിലുള്ളതുകൊണ്ട് ഇവിടെ വിൽക്കുന്ന എന്ത് പ്രോഡക്റ്റും നമുക്ക് അവിടെയും വിൽക്കാം. ഓഫ് കോഴ്സ് നമ്മളുടെ കേസിൽ നമ്മളുടെ ഷെൽഫ് സ്പേസിൻ്റെ ഒരു ഡോമിനൻസ് അത് ഒബ്വിയസ്ലി ഈ വന്ന കമ്പനികളും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അതിന് നമ്മുടെ വാല്യുവേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഇന്നിനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഗൾഫിലൊക്കെ പോയി നമ്മൾ പൈസ ഇടുമ്പോൾ ഹ്യൂജ് സ്പെൻഡ് ഇസ് ഓൺ ദ ഷെൽഫ് സ്പേസ് അക്വിസിഷൻ. സോ ഇഫ് യു വാണ്ട് ടു ടേക്ക് ഷെൽഫ് സ്പേസ് യു ഹാവ് ടു ചിപ്പ് ഇൻ ലോട്ട് ഓഫ് മണി. എല്ലാ ബ്രാൻഡ് ആദ്യങ്ങളിലൊരു ലുലൂസ് ഓഫ് ദ വേൾഡ് ആയിരുന്നു ഷെൽഫ് സ്പേസ് റെൻ്റൽ വാങ്ങിച്ചിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ എല്ലാവർക്കും അതറിയാം, എല്ലാവരും അത് വാങ്ങുന്നുണ്ട്. ഗൾഫ് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മളുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ. കാരണം പ്രോഫിറ്റബിലിറ്റി വൈസ് അവിടെ കുറച്ചും കൂടി നമുക്ക് കൂടുതൽ കിട്ടും. സോ ടിനി എപ്പോഴും പറയുന്നൊരു വാക്കുണ്ടല്ലോ, സ്റ്റിക്ക് ടു ദ കോർ എന്നുള്ളത്. അപ്പോൾ ഇഫ് യു റിയലി ആസ്ക് മീ, ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു തമിഴ്നാട്, വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ബെസ്റ്റ് തിങ് ഫോർ എ കേരള കമ്പനി ഈസ് ടു ഗോ ടു മിഡിൽ ഈസ്റ്റ്. കാരണം നമ്മളുടെ സെയിം ഡയസ്പോറയാണ്, മലയാളികൾ തന്നെയാണ് അവിടെയും സാധനം വാങ്ങിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന പരസ്യത്തിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് അവിടെയും കിട്ടും, റാദർ ദാൻ ഗോയിങ് ഇൻ ടു തമിഴ്നാട് ഓർ കർണാടക ഓർ ആന്ധ്രാപ്രദേശ്. ദാറ്റ്സ് ട്രൂ. ബിക്കോസ് ഞാനിപ്പോൾ പറയണം, ഡൽഹി പോകുന്നേക്കാൾ എളുപ്പം ദുബായ് പോകുന്ന. സോ എനിയോ, I think let us move to our post-exit. Just before that, അവർ വന്ന് സ്ട്രക്ചർ കമ്പനിക്കകത്ത് കയറിയപ്പം ഡിഡ് യു നോട്ടീസ് സം പോസിറ്റീവ് തിങ്സ് ദറ്റ് ദേ വർ ഏബിൾ ടു ഹെൽപ്പ് ഔട്ട് ഓൺ? ആൻഡ് അതിനെപ്പറ്റി ഒന്ന് പറയാം. അവർ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ടീം വരുമ്പം എൻ്റെ കാഴ്ചപ്പാട് വെച്ചിട്ട്. എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ചാൽ, 30 വർഷം ഞാൻ ഫാദറിൻ്റെ കൂടി ഓപ്പറേറ്റ് ചെയ്തൊരു 30 വർഷം നമ്മൾ ശരിയെന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ് നമ്മളെ ഈ ലെവലിൽ എത്തിച്ചത്. പക്ഷെ അവിടെ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോയി. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ ഞാൻ എടുത്ത ഒരു മൈൻഡ് സെറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിവേ ലെറ്റ് us ട്രൈ, ഗിവ് ഇറ്റ് എ ട്രൈ. പരാജയപ്പെടുകയാണെങ്കിൽ നമുക്ക് പിന്നെയും തിരിച്ചതിലേക്ക് വരാമല്ലോ എന്നുള്ള ഇതാണ്. ആൻഡ് മെനി ഓഫ് ദ തിങ്സ് ഇറ്റ് മെയ്ഡ് ലൈഫ് ഈസി. ഞങ്ങൾ ഒരു സീസൺ ഫുൾ ചരക്ക് ഞങ്ങൾ ഹോൾഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു സീസൺ ഫുൾ ചരക്ക് ഹോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏകദേശം 100 ചില്ലാനം കോടി രൂപയുടെ സാധനം നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഇപ്പോൾ കമ്പനിക്ക് ആ ഒരു സോർട്ട് ഓഫ് ഹോൾഡിംഗ് ഇല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രൈസ് ഹെഡ്ജിങ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഗോഡൗൺ ഫയറായിട്ട് അന്ന് 28 കോടി രൂപയുടെ ലോസ് ഉണ്ടായതിന് ഇപ്പോഴും നമുക്ക് ഇൻഷുറൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ വക റിസ്കുകളെല്ലാം ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ
it's not just one, on lot of things. And as you rightly said, ഈ കോർ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ദീസ് മൾട്ടിനാഷണൽസ് എ വെരി ക്ലിയർ. അവർ പറയുന്ന certain things have brought you here. എന്താണോ നിങ്ങളിവിടെ കൊണ്ടുവന്നത് ആ പ്രോഡക്റ്റും ആ മാർക്കറ്റുമാണ് നിങ്ങളുടെ കോർ. You will feel like, we can conquer X market, Y market. And see, generally people come and say that, it's a 140 crore populated country. Why can't you do this? Why can't you do that? And they will also calculate into, household wise എത്ര കൺസംഷൻസ് ഒക്കെ. പക്ഷേ കേരളത്തിലൊരു മാർക്കറ്റ് കിട്ടിയത് ഭാഗ്യമായിട്ട് കണ്ട് ആ മാർക്കറ്റിനെ കൂടുതൽ വിപുലീകരിക്കുക എന്നുള്ളതായിരിക്കാം ഏറ്റവും നല്ല കാര്യം, rather than trying to go to places where you don't have any sort of acceptance. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ ഇല്ലെങ്കിൽ D2C സെയിൽസിനെ പറ്റി ഇവർ ഡയറക്റ്റ് യു ഗോ ത്രൂ റീറ്റെയിലേഴ്സ് നോർമലി, അത് ഐ തിങ്ക് ലാസ്റ്റ് ഫേസ് യു ആർ വർക്കിംഗ് വിത്ത് ദം അപ് ടു 2 years ago അല്ലേ? അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഇൻപുട്സ് അവർ പറയാറുണ്ടോ? ഇല്ലെങ്കിൽ വാസ് ഇറ്റ് ദ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സൈഡിൽ നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെയാണോ കണ്ടിന്യൂ ആണ് അവർ പറയുന്നത്? They're continuing with what we were doing, but more than all that, what I could make out is that they strongly believe in data. And insights are all derived from data. We sit on huge pile of data, but we don't get to access it or try to understand what is behind, പക്ഷേ ഇവരുടെ എല്ലാ ഡിസിഷൻസും വെൽ ഇൻഫോംഡ് ഡിസിഷൻസാണ്. പണ്ടത്തെ ഒരു ബിസിനസ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, whatever decisions you are taking, it should be well informed. എപ്പോഴും ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ആറ്റിറ്റ്യൂഡ് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ then you will be more cautious. അപ്പോൾ അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ഐ തിങ്ക് വിൽ മൂവ് ടു വാട്ട് യു ആർ ഡൂയിങ് നൗ. ഇപ്പം ഞാൻ കേട്ടിട്ടുള്ള, ഞാൻ ആരെങ്കിലോടൊക്കെ സംസാരിച്ച നവാസ് ഗ്രൂപ്പ് മീറാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നത്. സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ക്യാൻ യു ഗിവ് us എ ബ്രീഫ് അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ്? ഐ തിങ്ക് യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഫേംസ്. അതിൻ്റെ വൈ, ഹൗ, വെൻ ഒന്ന് ബ്രീഫ് ചെയ്യാമോ എന്ന് പറയാൻ പറ്റും? See, what we have done is we have created a family office. ഈ ഫാമിലി ഓഫീസിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റി ഉള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക, ഡബിൾ ഡിജിറ്റ് എബവ് 20% അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്ലോസ് ടു 20% എബിറ്റുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. അത് അങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടൊരു ബിസിനസ് ഓടുന്നുണ്ടെങ്കിൽ then the strength which we have is we will be able to bring in systems, processes, governance, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ വി സ്റ്റാർട്ട് വിത്ത് ജനറലി ഒരു മന്ത്ലി റിവ്യൂ മീറ്റിംഗ്സുമായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഡൂയിങ് ദാറ്റ് എക്സസൈസ്, ഓവർ എ പീരീഡ് ഓഫ് 1 year അത് ഓടിക്കുന്ന ആൾക്കും മനസ്സിലാകും ദീസ് ആർ തിങ്സ് വിച്ച് വൺ ഹാസ് ടു ക്യാരി ഇൻ മൈൻഡ്. അപ്പോൾ അത് കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് certain businesses and certain processes അത് ആ സമയത്ത് നല്ലതാണ്. പക്ഷെ വിൽ ഇറ്റ് ബി ഏബിൾ ടു ഫേസ് ദ ഫ്യൂച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗട്ട്ഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുന്നത് ഇതൊരു ഫ്യൂച്ചർ പ്രൂഫ് ആക്കി എടുക്കാൻ പറ്റിയൊരു ഇൻഡസ്ട്രി ആണോ, വൺ തിങ്. സെക്കൻഡ് തിങ് ഈസ് നമ്മൾ കൊണ്ടുവരുന്ന ഈ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഒരു വ്യക്തി അധിഷ്ഠിതമായിട്ട് ഓടുന്ന ബിസിനസ്സിൽ നിന്ന് ഒരു ഗവേണൻസ് ലെഡ് ഒരു ഓർഗനൈസേഷനാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. കോർ ഓഫ് ദി ഇഷ്യൂ ഇസ് വി നീഡ് ടു ഹാവ് CXOസിൻ്റെ ആ റോള് വളരെ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. അവരുടെ അടുത്ത് നിന്നുള്ള എക്സ്പെക്റ്റേഷൻസ് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഓൾസോ ഹാൻഡ് ഹോൾഡ് ദം ടു ഗെറ്റ് ടു ദെയർ. നമ്മളുടെ ഒരു മിസ്കോൺസെപ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായി ഇംഗ്ലീഷ് പറയുന്നവൻ വന്നാൽ അതാണ് ഓർഗനൈസേഷൻ്റെ ഒരു ഇതെന്നല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ബിസിനസ്സിനെ മനസ്സിലാക്കുകയും ഒരു ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ബിസിനസ്സിൽ വരുന്നത്. അതിന് ഭാഷ ഒരു ഘടകമല്ല. ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് ഈസ് എ സ്കിൽ,
അത് വേണം. പക്ഷേ ഭാഷയൊക്കെ കൂടുതൽ ആ ബിസിനസ്സിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കി അതിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ആളായിരിക്കും അതിൻ്റെ ഗ്രോത്തിന് ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ. സോ വാട്ട് ഈസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫാമിലി ഓഫീസ്? ഇത് പിന്നെ നാളെ എക്സിറ്റ് IPO അങ്ങനെയാണോ, അല്ലെങ്കിൽ റിട്ടേൺസ് കിട്ടാനാണോ? സോ ഫാമിലി ഓഫീസ് ഇസ് ട്രൈങ് ടു സി ഇഫ് വി ഹാഡ് ഇൻ സോൾഡ്, വിറ്റില്ലായിരുന്നെങ്കിൽ ഈ പൈസ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ഗ്രോ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുമായിരുന്നു. നമ്മൾ വിറ്റ് പുറത്തിറങ്ങിയ സ്ഥിതിക്ക് നമ്മളുണ്ടായിരുന്ന കമ്പനീനേക്കാളും കൂടുതൽ വളർച്ചയുള്ള കമ്പനികളിലേക്കാണ് പൈസ ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അത് വളരണം. അത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ IPO പോവും, ചിലപ്പോൾ ഒരു സ്ട്രാറ്റജിക് ആൾക്ക് വിൽക്കാം. എനിത്തിങ് ക്യാൻ ഹാപ്പൻ ആസ് ഫർ എസ് വാല്യൂ ക്രിയേഷൻ ഇസ് കൺസേൺ. സോ ബേസിക്കലി റെപ്ലിക്കേറ്റിംഗ്, അവിടെ ഇരുന്ന് ഫണ്ട് പുറത്തെടുക്കുമ്പോൾ അതുപോലത്തെ വേറെ ടൈപ്പ് ബിസിനസ്സസ്. അതെ. സോ ദി അതർ പോയിന്റ് ഇസ്, ഡു യു എൻകറേജ് ഡെറ്റ് ഇൻ യുവർ ഇൻവെസ്റ്റി കമ്പനീസ്? കടമെടുക്കാൻ വാട്ട് ഇസ് ദ പോളിസി ദറ്റ് യു ട്രൈ ടു ഫോളോ? No, we in fact, so what we insist is that, നമ്മളുടെ ഗ്രോത്തിൻ്റെ ഒരു മേജർ പോർഷൻ അക്രൂവൽസിലൂടെ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കൂടെ വി ആർ നോട്ട് എഗെയിൻസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡെറ്റ് ഇത് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ പല ബിസിനസ്സുകൾക്കും നമ്മൾ പറയും 2 വർഷം കൊണ്ട് തീർക്കാവുന്ന ഡെറ്റ് എടുക്കുക എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ടേം ലോൺ മൈൻഡ് സെറ്റോടുകൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ദെൻ 2 years കഴിയുമ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഇനിയും വലിയ എമൗണ്ട് കയ്യിലുണ്ടാവും. ഞങ്ങളൊരു സ്പ്രെഡിങ് ഇറ്റ് ടു തിൻ പോളിസി ഇല്ല. ഇപ്പോൾ ഒരു ഇഫ് ദേ ആർ ഗോയിങ് ടു നെക്സ്റ്റ് മാർക്കറ്റ്, വി ആസ്ക് ദം ടു സ്റ്റിക്ക് ടു ദാറ്റ് മാർക്കറ്റ് റദർ ദാൻ ഗോയിങ് ടു ടു മെനി മാർക്കറ്റ്സ് ആൻഡ് സ്പ്ലാഷിങ് ദ മണി. എനി ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ദറ്റ് യു ആർ ഷോർട്ട് ലിസ്റ്റിംഗ്, ലൈക്ക് ഈ ഇൻഡസ്ട്രി ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഇൻഡസ്ട്രി കൂടുതൽ പ്രിഫറൻസ്, അങ്ങനെയുള്ളതുണ്ടോ? ഞങ്ങൾ കുറേയധികം കമ്പനികളിൽ ഇതിൻ്റെ സീഡ് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു. പക്ഷേ ഈ സീഡ് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ നമ്മളുടെ എഫേർട്ട് ഭയങ്കര കൂടുതലാണ്. നമ്മൾ കുറേയധികം അതിൻ്റെ പുറകെ വിടുന്നുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ നോക്കുന്ന ഒരു 10 crores എങ്കിലും ആനുവൽ ടേൺ ഓവർ എത്തിയിട്ടുണ്ടെങ്കിൽ ദെൻ ദർ ഇസ് സംതിങ് ഇൻ ഇറ്റ്. ആ 10 കോടി രൂപയുടെ വിൽപ്പന വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ അത് വരില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കമ്പനികളുടെ 10 to 100 എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അതാണ് ദാറ്റ്സ് വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ്. വാട്ട് കൈൻഡ് ഓഫ് ഷെയർ ഹോൾഡിംഗ് ആർ യു ലുക്കിംഗ് അറ്റ്? മിനിമം എത്ര ഹോൾഡ് ചെയ്യാൻ? വി ഡോണ്ട് ഗെറ്റ് ടു മെജോറിറ്റി. ഞങ്ങൾ മെജോറിറ്റി ഷെയർ ഹോൾഡിങ്ങിലേക്ക് പോകാറില്ല. ഒരു കമ്പനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊരു കമ്പനിയിൽ പ്രൊമോട്ടറുടെ ബാൻഡ്വിഡ്ത്തിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ വി ടുക്ക് മെജോറിറ്റി ആൻഡ് വി സ്റ്റാർട്ടഡ് റണ്ണിങ് ഇറ്റ്. അതർവൈസ് ഞങ്ങൾ എപ്പോഴും ഒരു സൈസബിൾ മൈനോറിറ്റി ആയിട്ട് നിൽക്കാനാണ് നമ്മളുടെ ആഗ്രഹം. ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു ഡിമോട്ടിവേറ്റ് ദ പ്രൊമോട്ടർ. Can you just highlight 1 or 2 company examples if you can? അപ്പം നമുക്ക് നിങ്ങൾക്ക് which you feel have moved along as per your plan? Yeah, in fact, we have put in money into a suit manufacturing company. So they have now അവർക്ക് സ്യൂട്ട് മാനുഫാക്ചറിങ് കൂടാതെ they have also started their own brand. It's called എന്ത് ബ്രൗണാണ്? 3 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പേര് ഓർക്കുന്നില്ല. Yeah, it's some brown. So the showrooms are coming. ഹൈലൈറ്റിൻ്റെ ട്രിച്ചൂർ മോളിൽ ബെയർ ബ്രൗൺ എന്നാണ് അവരുടെ ബ്രാൻഡ്. ദേ ഡു ജാക്കറ്റ്സ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. സോ ഇറ്റ്സ് നമ്മൾ എടുത്ത് കയറി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ഒക്കെ നോക്കി, കുറേ കാര്യങ്ങളൊന്നും നടന്നില്ല. നൗ ഫൈനലി ഇറ്റ് ഹസ് സ്റ്റെബിലൈസ്ഡ്. ഇപ്പോൾ അതൊരു ടേക്ക് ഓഫ് ലെവലിലേക്ക് വന്നു. ജാക്ക് ഫ്രൂട്ട് 365 is a brand which it's very close to my heart. കാരണം അതിന് കുറേ കമ്മിറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. സോ അതിപ്പോൾ ഒരു 6 to 7 crores ടേൺ ഓവർ എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് കസ്റ്റമർ അക്വിസിഷൻ കുറച്ചും കൂടി ഒരു റീറ്റൻഷൻ കൂടുതലുള്ളൊരു കസ്റ്റമർ അക്വിസിഷനാണ്. സോ ദാറ്റ് obviously is taking us forward. There are 9 companies where we have put in money. So if you're asking, advice കൊടുക്കുന്ന somebody who can approach your family office for funding, what would be the broad parameters that
you would be looking for simply? പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനി ആയാൽ മതി. So EBITDA of, you said double digit EBITDA, double digit ഡബിൾ ഡിജിറ്റ് എബിറ്റ എന്നുള്ളത് ഒരു വിഷ് ലിസ്റ്റാണ്. list. Minimum 10 crore to Yeah, 10 crore turnover annual. And any industry consumer facing ആണോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ വി ആർ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ഫുഡ് പെർ സെ ബിക്കോസ് വി ഹാവ് നോൺ കോമ്പറ്റിനേക്കാൾ കൂടുതലായിട്ട് വി ആർ സ്റ്റിൽ പാർട്ട്നേഴ്സ്. സോ വി ഡോണ്ട് ബി എ ക്ലാഷ്. വിഷ് ടു ഗെറ്റ് ഇൻ ടു ഫുഡ് റിലേറ്റഡ്. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് ഫുഡ്. അത് പ്രയർ ടു Okay, ട്രാൻസാക്ഷൻ. okay. So food is not a option anymore. Okay, fine. And do you any growth rates that you're looking at, or അല്ല, അത് സി ദ തിങ് ഈസ് ദാറ്റ് വൺസ് വി സ്റ്റാർട്ട് സിറ്റിംഗ് വിത്ത് ദം നമുക്ക് മനസ്സിലാവും ഇത് ഏത് ലെവൽ ഓഫ് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണെന്ന്. അപ്പം ഞങ്ങൾ സാധാരണ രീതിയിൽ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു 4x ഗ്രോത്ത് എങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള over a period of? ആ സമയത്ത് നിന്നുള്ള ലെവലിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2-3 ഇയേഴ്സിലെങ്കിലും 4x എന്നുള്ള ലെവലിൽ പോകാൻ പറ്റണം. ബട്ട് ദെൻ 30 to 40% annual. ആൻഡ് ദെൻ പിന്നെ അത് സ്റ്റെബിലൈസ് ചെയ്യുമല്ലോ. സോ എനിത്തിങ് ഇൻ ദ റേഞ്ച് ഓഫ് 10 ആക്ച്വലി വർക്ക്സ്. So I think I've run out of my questions. Open audience and open ചെയ്യണം. I don't know whether ഓഡിയൻസിൻ്റെ ഇതുണ്ടോ. അല്ലെങ്കിൽ if you have something else that I've missed out, എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ I think you'd like to give a last message to. ഇല്ല, ഇത് യു ഹാവ് ടു ബി വെരി കോഷ്യസ് അബൌട്ട് ദ ക്യാഷ് മാനേജ്മെൻറ്റ്. നമ്മൾ ദ ബിസിനസ് ഷുഡ് നോട്ട് ബി റൺ ബൈ സപ്ലയേഴ്സ് മണി. Business should not be run only by bankers' money. Business should be run by whatever money you are putting in. Try to bring in maximum cash circulations. ഞങ്ങൾ എൻ്റെ ഫാദർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ 52 തവണ 100 രൂപ ഞങ്ങൾ 52 തവണ ഒരു വർഷം റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ യുവർ 10% ഇൻട്രസ്റ്റ് ഇസ് ഡിവൈഡഡ് ബൈ 52. പുള്ളിയോടത്ത് പണ്ട് ഞാൻ കോട്ടയം ടൗണിൽ മാർക്കറ്റിൽ പോയപ്പം പുള്ളി ആ കടക്കാരോട് പറയാം, ഞാനിത് വീക്ക്ലി ട്യൂസ്ഡേ വണ്ടി വരും, 1 വീക്ക് സ്റ്റോക്ക്, 52 റൊട്ടേഷൻ, യു ആർ മേക്കിംഗ് ക്യാഷ് ഡിസ്കൗണ്ട് ഓഫ്. അല്ല, മൂപ്പരുടെ ഒരു മാസ്റ്റർ പീസ് ഡയലോഗാണ്, നിങ്ങളുടെ 100 രൂപ ഞാൻ 5200 രൂപയാക്കി. ഒരാൾ പറഞ്ഞു എനിക്ക് ആ ഒരു ഇത് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു ഷോപ്പുകാരനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത്, നിങ്ങൾ ബ്ലേഡിന് എടുത്ത് കൊടുത്താലും ഇതാണല്ലോ നിങ്ങൾക്ക് ലാഭം. ദാറ്റ് വാസ് അതിൽ നിന്ന് അന്ന് പോലെ ഞാൻ റെഡി ക്യാഷ് ഡിസ്ട്രിബ്യൂഷനിൽ തുടങ്ങി. അല്ല, ഈ പലപ്പോഴും എന്താ പറ്റുക വെച്ചാൽ, ഞങ്ങളിപ്പോൾ വി ആർ ഇൻ ടു കൺസ്ട്രക്ഷൻ. വി ഗോട്ട് എ ബ്രാൻഡ് കോൾഡ് നന്മ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. ഞങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോജക്റ്റ് ചെയ്താൽ മതിയോ. അപ്പോൾ ദേ ഡോണ്ട് ഹാവ് ഓഫീസ്, ദേ ഗോ സിറ്റ് ഇൻ ദ പ്രോജക്റ്റ് സ്പേസിൽ തന്നെയാണ് അവരുടെ ഓഫീസ്. അപ്പോൾ അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഫുൾ എഫേർട്ട് ഇസ് ദയർ. അത് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ചെയ്യും. പ്രോബ്ലം ഞാൻ പലപ്പോഴും പറയും, യു നീഡ് ടു ഹാവ് ലീൻ മാനേജ്മെൻറ്റ്. പിന്നെ ഐ സേ ലീൻ മാനേജ്മെൻറ്റ്, യു ഹാവ് ടു. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ 10 വർഷം 15 വർഷം 20 വർഷമൊക്കെ. ഇന്ന് ഇറ്റ്സ് ടു ഡൈനാമിക്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റയർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഈസ് ഗോയിങ് ത്രൂ റിയൽ പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ എല്ലാം റീസൺ എന്ന് പറയുന്നത് ഇത്ര ഡൈനാമിക് ആയിട്ടുള്ളൊരു ഇക്കോ സിസ്റ്റത്തിൽ യു ഹാവ് ടു ബി വെരി വെരി ലീൻ. യുവർ കോസ്റ്റ് ഹാസ് ടു ബി വെരി ലെസ്. കമ്മിറ്റ്മെൻറ്റ്. ഞാൻ ഇപ്പോൾ ഞങ്ങൾ നന്മ പ്രോപ്പർട്ടിയുടെ ഒരു പ്രോജക്റ്റ് 907 അപ്പാർട്ട്മെൻറ്റ്സ്. അവർക്ക് ഓഫീസില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? അപ്പോൾ യു ഡോണ്ട് ഹാവ് ടു ഹാവ് എൻ ഓഫീസ്. ഇഫ് യുവർ പ്രോഡക്റ്റ് ഇസ് ഗുഡ്, പീപ്പിൾ, വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ്? യു ക്യാൻ ഷോ ദം ഇഫ് യു സിറ്റ്. ഷോ ദ സാമ്പിൾ ഫ്ലാറ്റ്. അവിടെ ഇരുന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്.